ഉൾനാടൻ മത്സ്യകൃഷിയിൽ കേരളത്തിന് വൻ മുന്നേറ്റമുണ്ടായെന്ന് മന്ത്രി സജി ചെറിയാൻ. 3 വർഷം മുമ്പ് 19,000 ടണ്ണായിരുന്നു ഉൾനാടൻ മത്സ്യകൃഷിയിലൂടെ ലഭിച്ചിരുന്നത്. ഇപ്പോൾ 42,000 ടണ്ണായി വർദ്ധിച്ചതായി അദ്ദേഹം പറഞ്ഞു. വൈക്കം ഉദയനാപുരത്ത് നടന്ന എംബാങ്ക്മെന്റ് മത്സ്യകൃഷി വിളവെടുപ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനകീയ മത്സ്യകൃഷിക്ക് വലിയ സ്വീകാര്യതയാണുള്ളതെന്നും മത്സ്യകൃഷിയിലൂടെ വരുമാനം മാത്രമല്ല ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കാനും സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ആയിരക്കണക്കിന് ഇതുപോലുള്ള ജലാശയങ്ങൾ മാലിന്യ മുക്തമാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് എംബാങ്ക്മെന്റ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി ഇതിൽ ഫണ്ട് വെക്കണം. എന്ന് വെച്ചാൽ നവീകരണത്തിന് ആവശ്യമായ ഫണ്ട് കൂടി വന്നാൽ എല്ലാ ഇതുപോലുള്ള ജലസ്രോതസ്സുകളും നമുക്ക് വളർത്താം. 2 സൈഡും അടച്ചാൽ മതി, നെറ്റിട്ട് അടച്ചാൽ മതി. വെള്ളം ഒഴുകിപ്പോയാൽ മാത്രം മതി, മീൻ ഒഴുകി പോകത്തില്ല. ചെറിയ കണ്ണിയുള്ള നെറ്റ് ഉപയോഗിച്ച്. CK ആശ MLA അധ്യക്ഷത വഹിച്ചു. മത്സ്യബന്ധനം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മത്സ്യം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും തുറമുഖങ്ങളെയും അല്ലെങ്കിൽ ഹാർബറുകളെയും കടലിനെയും ഒക്കെ മാത്രമാണ് പെട്ടെന്ന് ശ്രദ്ധ വരുന്നതെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഉൾനാടൻ മത്സ്യകൃഷിയും ഉൾനാടൻ മത്സ്യബന്ധനവും അതുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്ന തൊഴിലാളികളുമെല്ലാം വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടാക്കുന്നതിന് സാധിച്ചു. ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ SR രമേശ് ശശിധരൻ പദ്ധതി വിശദീകരണം നടത്തി. സംവിധായകൻ എബ്രിഡ് ഷൈൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം PS പുഷ്പമണി, ഉദയനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് PK ആനന്ദവല്ലി, സുലോചന പ്രഭാകരൻ, PD ജോർജ്, രേവതി മനീഷ്, ദീപാമോൾ, ഡോക്ടർ വിജിത് ശശിധർ, KG രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉദയനാപുരം 7ാം വാർഡിൽ പടിഞ്ഞാറേക്കര നവോദയ ഫിഷ് ഫാം ക്ലബ്ബുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്.